ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള വർഗീയ പരാമർശം നടത്തിയെന്ന് ആരോപണം. ശ്രീധരൻപിള്ളയുടെ പ്രസ്താവനയ്ക്കെതിരെ എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീധരൻപിള്ള പ്രസ്താവന പിൻവലിക്കണമെന്ന് ലീഗും ആവശ്യപ്പെട്ടു. തിരിച്ചു വന്നപ്പോ പറഞ്ഞ ഉത്തരവെന്താ? അവിടെ എത്ര പേരാ മരിച്ചെന്നുള്ളതിന്റെ കണക്കെടുക്കാൻ പറ്റാത്ത കഴിവുകെട്ടവരാണെന്ന്. അരിയാഹാരം കഴിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളത് ഇങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ. അന്യ രാജ്യത്ത് പോയി റഡാറിനെയും മതയന്ത്ര തോക്കുകളെയും ഭീകരമായ എല്ലാത്തിനെയും കണ്ണു വെട്ടിച്ച് കാത് വെട്ടിച്ച് ജീവനെ പണയപ്പെടുത്തി ഒരു രാജ്യം നേടിയ വിജയം നടക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും പിണറായി ഒക്കെ പറയുന്നത് അവിടെ ഇറങ്ങിയിട്ട് മരിച്ചു കിടക്കുന്നവരൊക്കെ ഏത് ജാതിക്കാരാ ഏത് മതക്കാരാ, ഇസ്ലാമാകണമെങ്കിൽ ചില അടയാളമൊക്കെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ മാറ്റി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് പരിപാടിക്കിടെ ബി.ജെ.പി. അധ്യക്ഷൻ ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. സർജിക്കൽ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടവരുടെ മതം സംബന്ധിച്ചായിരുന്നു പരാമർശം. ശ്രീധരൻപിള്ള മുസ്ലിം സമുദായത്തെ അപമാനിച്ചെന്നും പ്രസ്താവന തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നുമാണ് ഇടത് ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി എൽ.ഡി.എഫ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം സെക്രട്ടറി വി. ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ മുസ്ലിം ലീഗും രംഗത്തെത്തി. പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. പ്രസ്താവന ഇറക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിൽ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന പ്രചരണങ്ങൾ ജനങ്ങൾ പൊതുവിൽ ഇഷ്ടപ്പെടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ജില്ലാ കളക്ടർക്ക് മറുപടി നൽകി. ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് മറുപടിയിൽ ഉണ്ണിത്താൻ വ്യക്തമാക്കി. എൽ.ഡി.എഫ് നൽകിയ പരാതി തികച്ചും അടിസ്ഥാനരഹിതമാണ്. മതത്തെ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും മറുപടിയിൽ പറയുന്നുണ്ട്. ഉണ്ണിത്താന് വേണ്ടി അഡ്വക്കേറ്റ് സി.കെ. ശ്രീധരനാണ് കളക്ടർക്ക് മറുപടി കൈമാറിയത്.